നമ്മൾ ഇന്ന് നമ്മുടെ ടെറസ് ഗാർഡനിലേക്ക് കുറച്ച് പ്ലാന്റ്സും പോട്ട്സും ഇങ്ങനെ കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ടാണ് പോകുന്നത്. കുറെ ഐറ്റംസ് നമ്മൾ ആൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നോക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് അമരവിളയിലേക്കാണ്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ് ഈ ഗ്രീൻ നഴ്സറി. ഞങ്ങൾ മിക്ക പ്ലാന്റ്സും വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന തൈകളെല്ലാം ഒറിജിനൽ ആണ്. അതാണ് ഞങ്ങളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിച്ചത്. ഞങ്ങൾ ഇതുവരെ ഒരുപാട് തൈകൾ വാങ്ങിയിട്ടുണ്ട്. പുലാസാൻ, സീഡ്ലെസ് ലെമൺ ഇങ്ങനെ ഒരുപാട് വാങ്ങി. ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി അത് കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും ഹോം ഗ്രൗണ്ട് ടാഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ ചുവട് കുറച്ച് വണ്ണം ഉള്ളത് നോക്കിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാറ്. ഇവിടെ ഏകദേശം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് 3 വെറൈറ്റി പേര തൈകളാണ് വാങ്ങിയത്. ഒന്നാമത്തത് ആർക്കാ കിരൺ റെഡ് ഗുവ, രണ്ടാമത്തത് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗുവ, ഇത് ജപ്പാൻ പേരെന്നും അറിയപ്പെടാറുണ്ട്. പിന്നെ മൂന്നാമത്തത് ഗുവ വിയന്നാർ. ഈ 3 പ്ലാന്റ്സുമാണ് ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ ചെടികൾ മാത്രമല്ല, ചെടിച്ചട്ടികളും ടൂൾസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയതുകൊണ്ട് വലിയ 3 ചെടിച്ചട്ടിയും അതുപോലെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നഴ്സറിയുടെ അടുത്തായിട്ട് തന്നെ ഒരു നൊങ്ക് വിൽക്കുന്ന കടയുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് 2 നൊങ്കൊക്കെ വാങ്ങി കുടിച്ചു. നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ പിന്നെ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നതെല്ലാം ഈ വെയിലിൽ നിന്നാണ്. അപ്പൊ പിന്നെ ഈ നൊങ്ക് കട അടുത്തുള്ളതുകൊണ്ട് നമ്മൾ അത് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല, എല്ലാം വാങ്ങി വരുന്നതേ ഉള്ളൂ. സെറ്റായി കഴിയുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.